അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിൻ്റെ അവസാന ദിവസമാണിന്ന്. ആഘോഷപരമായി വലിയ ഘോഷയാത്രയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് ഭൂതത്താൻ വിളക്കാണ്. പനയഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ കാവൽ ദൈവമാണ് ശ്രീ ഭൂതത്താൻ. ഈ ഭൂതത്താൻ്റെ സംരക്ഷണയിലാണ് ഈ ക്ഷേത്രം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ഭൂതത്താൻ വിളക്കെന്ന് പറയുമ്പോൾ വളരെ വലിയ വിളക്ക് ആ ഭൂതത്താൻ നടയുടെ മുന്നിൽ നടത്തും. അതിനുശേഷം ആയിരക്കണക്കിന് കരിക്കുകൾ അഭിഷേകം നടത്തും. ഈ നമ്മുടെ മുഴുവൻ പാപങ്ങളും ദോഷങ്ങളും എല്ലാം തീരുന്നതിന് വേണ്ടി കരിക്ക് അഭിഷേകം നടത്തുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരിക്കഭിഷേകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഭൂതത്താൻ വിളക്കിനോടനുബന്ധിച്ച്. ഇന്ന് ഭൂതത്താൻ വിളക്ക് കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര കാമ്പൗണ്ടിലെ എല്ലാ പ്രകാശങ്ങളും അണച്ച് എല്ലാം സൈലൻ്റായി വളരെ നിശബ്ദമായി ഭഗവാൻ ഉറക്കത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇന്ന് പിന്നെ ഒരാഘോഷങ്ങളും ഒരു ശബ്ദകോലാഹലവും ക്ഷേത്ര കാമ്പൗണ്ടിൽ ഭൂതത്താൻ വിളക്കിന് ശേഷം ഉണ്ടാകില്ല. ഭൂതത്താൻ വിളക്ക് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയപ്പ വിതരണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിരിയുകയാണ്. ഇത്രയും ദിവസത്തെ ആഘോഷത്തിൻ്റെ എല്ലാം പരിസമാപ്തി കുറിക്കുന്നത് ഭൂതത്താൻ വിളക്കിനോടനുബന്ധിച്ചാണ്. തീർച്ചയായും ഇന്നലെ വരെയും ഇന്നും നല്ല രീതിയിൽ അന്നദാനം ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ന് അധികമായ തിരക്കുണ്ട്. സാധാരണ മുൻ വർഷങ്ങളിൽ ഈ ഭൂതത്താൻ വിളക്ക് ദിവസത്തെ അന്നദാനത്തിന് പുറത്തുനിന്നുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഈ ദേശത്തുള്ള ആളുകളാണ് കൂടുതലായി ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇന്ന് പ്രത്യേകമായി പുറത്തു നിന്നുള്ള ആളുകൾ ഒരുപാട് കൂടുതലുണ്ട്. എങ്കിലും ഒരു പരിധിവരെ നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചുള്ള പ്രതീക്ഷ അനുസരിച്ചുള്ള ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഇന്നത്തെ വിളക്കും പൂർത്തിയാകുന്നതോടുകൂടി ഈ വർഷത്തെ 2025 അഞ്ചൽ തിരുനാൾ മഹോത്സവം സമാപിക്കുകയാണ്. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വളരെ ഗംഭീരമായി എന്നുള്ളതാണ്. ഇത്തവണ നമ്മുടെ ഘോഷയാത്ര തുടങ്ങുമ്പോൾ പ്രതികൂലമായ സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കകം അനുകൂലമായ സാഹചര്യത്തിലേക്ക് പോവുകയും വൻ ഭക്തജന തിരക്ക് അഞ്ചൽ ആറോ ജംഗ്ഷനിലായാലും മാർക്കറ്റ് ജംഗ്ഷനിലായാലും ക്ഷേത്ര പരിസരത്ത്, അതായത് നമ്മുടെ ബൈപ്പാസ് മുതൽ ക്ഷേത്രം വരെ ഉള്ള പ്രദേശത്ത് അതിഭയങ്കരമായ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ നിരവധി ആളുകളുടെ ഒരു സാന്നിധ്യം ഈ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഈ ഉത്സവം നടത്തുന്നതിന് പ്രത്യേകമായി ഇത്തവണ ഞങ്ങൾക്ക് നന്ദി പറയേണ്ടുന്നത് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളെയാണ്. ഫിക്സൽ മീഡിയ ന്യൂസ് ലൈവ്, കേരള തനിമ ന്യൂസ്, അതേ കണക്ക് തന്നെ മൊയ്തുവിൻ്റെ ചാനൽ, കേരള വിഷൻ, അങ്ങനെ നിരവധി മാധ്യമങ്ങൾ ഈ ഉത്സവത്തിന് നൽകിയ പിന്തുണ പ്രശംസനീയമാണ്. അവർക്ക് എല്ലാ വിധത്തിലും ഇന്നലെ തന്നെ ഞങ്ങൾ നന്ദി അറിയിച്ചതാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ ആ നന്ദി അറിയിക്കണം. അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അതിൻ്റെ വിജയം നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിൽ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്നും അവർക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അഞ്ചൽ തിരുനാൾ ഇന്നലെ നടന്ന ഘോഷയാത്രയോടുകൂടി സമാപിക്കുന്നു എങ്കിൽ തന്നെ ഭൂതത്താൻ വിളക്കോട് കൂടിയാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. ഇന്നേ വരെ അഞ്ചൽ തിരുനാളിനെ ദർശിക്കാത്ത വിധം ജനപങ്കാളിത്തം കൊണ്ട് മഹത്തരമാക്കുന്നതിന് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ആചാരങ്ങളോടും ക്ഷേത്രത്തിൽ നടന്ന കലാപരിപാടികളോടും ക്ഷേത്രത്തിൽ നടന്ന അന്നദാനത്തോടും എല്ലാം പങ്കാളികളായി വലിയ ഒരു ജനസാഗരമാണ് ഇപ്രാവശ്യം അഞ്ചൽ തിരുനാൾ ദർശിക്കാൻ കഴിഞ്ഞത്. ആറോ ജംഗ്ഷൻ മുതൽ പനയഞ്ചേരി ജംഗ്ഷൻ വരെ ഇരു സൈഡുകളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കടന്നു വന്ന ഘോഷയാത്രയും അതേപോലെ തന്നെ കലാരൂപങ്ങളും ആസ്വദിച്ച് ആയിരങ്ങൾ ഇന്നലെ സായുജ്യമടയുന്ന ഒരു രംഗമാണ് കണ്ടത്. ഇന്നും അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നു. ബിനുവാണ്, അമ്പക്കുളത്തിന് സമീപം താമസിക്കുന്ന ബിനുവാണ് ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇന്നും ജനപങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഭൂതത്താൻ വിളക്ക് ശ്രീ ശശിയാണ് സ്പോൺസർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഭൂതത്താൻ വിളക്കിലും നല്ല ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് വിശ്വാസികളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകും. ആ വിളക്കാണ് യഥാർത്ഥത്തിൽ സമാപനമായി ഞങ്ങൾ കണക്കാക്കുന്നത്. സ്വാമി ശരണം. അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിൻ്റെ സമാപന ദിവസമായ ഭൂതത്താൻ തിരുനാൾ നടക്കുന്ന ദിവസമാണ് ഇന്ന്.
ഇന്ന് വൈകുന്നേരം ഭൂതത്താൻ തിരുനാൾ 7 മണിയോടുകൂടി ആരംഭിക്കും. ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള അന്നദാനമാണ് ഊട്ടുപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ അവസാനത്തെ ദിവസത്തെ അന്നദാനമാണ് ഇന്ന് നടക്കുന്നത്. ശ്രീ ബിനു ശ്രീലതാ ഭവൻ അവരുടെ വകയായിട്ടാണ് ഇന്നത്തെ അന്നദാനം നടക്കുന്നത്. വൈകിട്ട് ഭൂതത്താൻ വിളക്ക് 7 മണിക്ക് ആരംഭിക്കും. ആയിരക്കണക്കിന് കരിക്ക് അഭിഷേകം ചെയ്യുന്ന അപൂർവമായ ഒരു ചടങ്ങാണ്. ഭൂതത്താൻ സ്വാമിക്ക് നാട്ടുകാരുടെ വകയായുള്ള സമർപ്പണമാണ് ഭൂതത്താൻ തിരുനാൾ എന്ന് പറയുന്നത്. ഈ വർഷത്തെ ഉത്സവം മംഗളകരമായി നടത്തിത്തന്ന ഭഗവാനുള്ള കാണിക്ക കൂടിയാണ് ഈ ഭൂതത്താൻ തിരുനാൾ. വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു പരമ്പരാഗത ചടങ്ങ് കൂടിയാണ് ഭൂതത്താൻ തിരുനാൾ. എന്തായാലും ഈ നാട്ടിൽ ഇന്നുവരെയും കഴിഞ്ഞ വർഷം വരെയും വളരെ അഭൂതപൂർവമായ തിരക്കാണ് ഓരോ ദിവസവും നടന്നു വന്നത്. ഈ വർഷം ഭൂതത്താൻ തിരുനാൾ ദിവസമായ ഇന്ന് പോലും അന്നദാനത്തിന് ഒരു തിരക്ക് കുറവുമില്ല. വളരെ ഏറെ ആളുകൾ ഈ അന്നദാന പ്രസാദം കഴിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് നടക്കുന്ന ഭൂതത്താൻ വിളക്കിന് ഈ നാട്ടിലെ എല്ലാ മാന്യ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.